രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണം ഉയരുന്നു. JN1 വകഭേദം ഇതുവരെ ബാധിച്ചത് 109 പേർക്ക്. ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ. 36 പേർക്ക് അവിടെ രോഗം ബാധിച്ചു. കർണാടകയിൽ 34 പേർക്കും കേരളത്തിൽ 6 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിതിൻ അംബുജൻ, ഡൽഹിയിൽ നിന്ന്. നിതിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കോവിഡ് ഉപഭേദമായ JN.1 അത് രാജ്യത്ത് ഇപ്പോൾ കൂടുതൽ വർദ്ധിച്ചു വരികയാണ്. 109 പേർക്കാണ് രാജ്യത്ത് ഇതുവരെ കോവിഡിന്റെ പുതിയ ഉപവകഭേദം സ്ഥിരീകരിച്ചിരിക്കുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ഗുജറാത്തിലാണ്. 36 കേസുകൾ ഗുജറാത്തിലും 34 കേസുകൾ കർണാടകയിലും 14 കേസുകൾ ഗോവയിലും മഹാരാഷ്ട്രയിൽ 9, കേരളത്തിൽ 6, രാജസ്ഥാനിൽ 4, തമിഴ്നാടിൽ 4, തെലങ്കാനയിൽ 2 എന്നിങ്ങനെയാണ് ഇപ്പോൾ ഈ കോവിഡ് വകഭേദമായ JN.1 സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം അടക്കം സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റ് രാജ്യങ്ങളിൽ പോലൊരു അത്തരത്തിലൊരു വ്യാപനത്തിലേക്ക് എന്തായാലും ഇപ്പോഴത്തെ ഉപവകഭേദം പോയിട്ടില്ല എന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തലുള്ളത്. അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം കൈവിടാതെ മുന്നോട്ട് പോകണം. വരാനിരിക്കുന്നത് പുതുവത്സര ആഘോഷമാണ്. അതോടൊപ്പം തന്നെ മറ്റ് പല ആഘോഷങ്ങളും സംസ്ഥാനങ്ങളടക്കം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത കൈവിടാതെ മുന്നോട്ട് പോകണമെന്നാണ് ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നൽകിയ നിർദ്ദേശം. എന്നാൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനങ്ങളുടെ സാഹചര്യം അടക്കം ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം നിരീക്ഷിച്ചു വരികയാണ്. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. കോവിഡ് കേസുകൾ ചെറുതായി ചിലയിടങ്ങളിലൊക്കെ ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ടെന്നാണ് നിതിൻ റിപ്പോർട്ട് ചെയ്യുന്നത്.